വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ സൺസ്ക്രീനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ നമുക്ക് പുറത്തേക്ക് ഒട്ടും ഇറങ്ങാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ കാലം എന്നല്ല, എല്ലാ കാലത്തും നമ്മൾ വേനൽക്കാലം ഉണ്ടാക്കുന്ന സമയത്ത് ഈ സൺസ്ക്രീന് മുഖ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഉപയോഗിക്കാതെ നിൽക്കുന്നതിൻ്റെ ഓരോരുത്തർക്കും പല കാരണം ഇപ്പോൾ അറിയാത്തതായിരിക്കും. നമ്മൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ പോയിൻറ്റ്സായിട്ട് ഞാനിപ്പോൾ വീഡിയോയിലേക്ക് പറയാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നായിരിക്കും. അപ്പോൾ സൺസ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സണ്ണിൽ നിന്ന് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്പം പറയുന്നത് വെച്ചാൽ രാത്രിയിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ്. അതെന്താ കാരണം വെച്ചാൽ നമ്മുടെ ലൈറ്റിൻ്റെ ഒക്കെ വെളിച്ചം നമ്മൾ മുഖത്തേക്ക് തട്ടുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ ഇതുവരെ ഞാൻ രാത്രിയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഞാൻ ഉപയോഗിക്കാമായിരിക്കും. കുറച്ച് ടൈം കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് മാറുന്നതോടെ ഞാൻ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഈ വെയിലിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൺസ്ക്രീൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്പർ 2, സൺസ്ക്രീൻ നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവും. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ഒരു SPF 30 എബോ ആയിട്ടുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക തുടങ്ങുക. അപ്പോൾ ഒരു 50 എങ്കിലും ഉപയോഗിക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ PA+++ അതൊക്കെ നമ്മൾ ഈ സൺസ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അതുപോലെ സൺസ്ക്രീനുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അപ്പം നമ്പർ 3 പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക. അപ്പോൾ സ്കിൻ ടോൺ എന്ന് വെച്ചാൽ ഓയിൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ആയിട്ടുള്ള സ്കിൻ ടോണറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടും ഭയങ്കര ഓയിലി ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയാന്ന് വെച്ചാൽ ഓയിൽ സ്കിന്നുകാർ നമ്മളെ ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർ എന്ന് വെച്ചാൽ നമ്മുടെ ക്രീമോ അല്ലെങ്കിൽ ലോഷനായിട്ടുള്ള സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്ക് പറ്റിയുള്ള സൺസ്ക്രീൻ ഞാനിതാ 3 സൺസ്ക്രീൻ ഈ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നതിൻ്റെ സൺസ്ക്രീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരെ ഞാൻ ഇതാ ഇപ്പോഴത്തെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഉപയോഗിച്ച് തുടങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീനുകളൊക്കെ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ഒരു നിങ്ങൾക്ക് സ്യൂട്ടാകുന്നൊരു സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ റെക്കമെൻഡ് നോക്കിയിട്ട് മാത്രം സൺസ്ക്രീനുകളോ എന്ത് പ്രൊഡക്റ്റോ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെയുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾക്കുള്ളൊരു ഡൗട്ടാണ് നമ്മുടെ സൺസ്ക്രീന് എത്ര ടൈം മുന്നേ ഇട്ട് വെക്കണമെന്ന്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ സൺസ്ക്രീന് നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നുള്ളൊരു ഡൗട്ടായിരിക്കും നിങ്ങൾക്ക് ഈ സൺസ്ക്രീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മോയ്സ്ചറൈസോ അല്ലെങ്കിൽ സിറോ ഉപയോഗിച്ചതിന് ശേഷം അതിന് മുകളിലേക്കാണ് നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഏത് മോയ്സ്ചറൈസർ ക്രീമോ ഏത് സിറോ ഉപയോഗിക്കുന്ന ടൈമിൽ ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മോയ്സ്ചറൈസർ ക്രീം നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ടൈം നമ്മൾ നോക്കി വെച്ച് ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് മേക്കപ്പ് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് സൺസ്ക്രീനെ പറ്റിയുള്ള ഡൗട്ട്സൊക്കെ മാറിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട, ഷെയർ ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.